ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാത്തവരായിട്ട് ആരും കാണുകയില്ല. പ്രത്യേകിച്ച് തലമുറയുടെ ഭാവിയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം ഭയങ്കര ആശങ്കകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലും വഴിയിലും ചുവടുകൾ വെക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഭാവി തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും മുൻപോട്ട് കൊണ്ടുപോകുന്നതും ദൈവം തന്നെയാണ്. ഇന്നത്തെ സന്ദേശത്തിൽ കർത്താവ് നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ്. 17-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ചുവടുകളിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ കാൽ വഴുതുകയില്ല. ഹല്ലേലൂയ. ഈ സന്ദേശം ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാകാം. ദൈവത്തിൻ്റെ വഴികളിൽ ചുവടുകൾ വയ്ക്കുന്നവൻ അവൻ്റെ കാൽ വഴുതാൻ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ തലമുറയുടെ ഭാവി വഴിയിൽ തടസ്സപ്പെടുവാൻ, പാതയിൽ കുരുക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കില്ല. കാരണം ദൈവത്തിന് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലുണ്ട്. അവൻ്റെ ചുവടുകളിൽ നിങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചിട്ട് എനിക്ക് വഴികൾ തുറക്കപ്പെടുമോ, ഞാൻ എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കും, ഇനി എനിക്ക് ഒത്തിരി പ്രലോഭനങ്ങളുണ്ട്, ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജഡത്തിൻ്റെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഫോഴ്സുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഞാൻ എന്തു ചെയ്യും എന്ന് ആകുലപ്പെടുന്നവരുണ്ട് ഒത്തിരി പേര്. അവർ പ്രാർത്ഥിക്കാത്തവരല്ല, പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ദൈവം അവരെ ഉറപ്പിച്ചു നിർത്തുമെന്നാണ് ഇന്നത്തെ ദൂത്. നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉറപ്പിച്ചു നിർത്തും. നമുക്ക് ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കും. 94-ാം സങ്കീർത്തനത്തിൽ 18-ാമത്തെ വാക്യത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്ന, തങ്ങളുടെ ബലഹീനതകളെ തുറന്ന് സമ്മതിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥന കേൾക്കാം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. ഹല്ലേലൂയ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയുള്ള വേദനപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ പോരുണ്ടാകാം. കർത്താവേ എൻ്റെ കാൽ വഴുതുന്നു, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, സഹിഷ്ണുത കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, എനിക്ക് കർത്താവേ ഞാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്, ദൈവഹിതമല്ലാതെ പ്രതികരിച്ചു പോകുമോ, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം തകർന്നു പോകുമോ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, എനിക്ക് ദൈവത്തെ മുറുകെ പിടിച്ചുള്ള ജീവിതവും പ്രമാണത്തിൽ തന്നെ നിൽക്കാൻ എനിക്ക് പറ്റുമോ, അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു എന്ന് പരിതപിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട്, കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നവരായതുകൊണ്ട് നിങ്ങളുടെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അത് 121-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആദ്യം പറയുന്നത് എൻ്റെ സഹായം ദൈവത്തിങ്കലാകുന്നു. അടുത്ത വചനം, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കാത്ത ദൈവം. ഹല്ലേലൂയ. വഴുതിപ്പോകുവാൻ, തകർന്നു കാണുവാനും വീണ് കാണുവാനും നശിച്ചുപോയി അവൻ്റെ ഭക്തി കണ്ടപ്പോഴേ എനിക്ക് തോന്നി, അവൻ്റെ പ്രാർത്ഥന കേട്ടപ്പോഴേ എനിക്ക് തോന്നി, അവൻ്റെ പോക്ക് കണ്ടപ്പോഴേ തോന്നി ഇതൊക്കെ തകരുമെന്ന്. ഇല്ല, നിങ്ങൾ തകരാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ചുവടുകളിലാണ്, ദൈവത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ ചുവട് വെച്ചതെങ്കിൽ നിങ്ങളുടെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കുകയില്ല. ആരും നിങ്ങളെ താങ്ങി നിർത്തിയില്ലെങ്കിൽ, ആരും നിങ്ങൾക്ക് വേണ്ടി കൈ നീട്ടി തന്നില്ലെങ്കിലും, ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ഒരു ഭക്തൻ ഇതുപോലെ, ഞാൻ വീണു പോകുമോ, ഞാൻ തകർന്നു പോകുമോ, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ എന്ന് ആകുലപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നീ ആകാശത്തിലേക്ക് നോക്കുക, വളരെ ഭാരമേറിയ എത്രയോ വലിയ നക്ഷത്രങ്ങളെ ഞാൻ താങ്ങി നിർത്തിയിരിക്കുന്നു, അത് വീഴാതെ അതിൻ്റെ ഓർബിറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്ത് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്ര വലിയ നക്ഷത്രങ്ങളെ താങ്ങി നിർത്തുന്ന എനിക്ക്
നിന്നെ താങ്ങി നിർത്തുവാൻ പറ്റും. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നക്ഷത്രങ്ങളെ താങ്ങി നിർത്തുന്നവൻ, ഈ ഭൂമിയെയും ആകാശത്തെയും താങ്ങി നിർത്തുന്നവൻ, അവൻ്റെ വാക്കുകൊണ്ടും വചനം കൊണ്ടും ഉരുവാക്കി നിലനിർത്തുന്നവൻ നിങ്ങളെ നിർത്തുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് നിങ്ങൾ ആടിയുലയുന്ന ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിമിത്തമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ തകർച്ച കൊണ്ടായിരിക്കാം, നിരന്തരമായി അലട്ടുന്ന രോഗശക്തികളും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാത്ത പൈശാചികമായ ചില പോരാട്ടങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. നിരന്തരമായ കാറ്റടിക്കുമ്പോൾ ഈ വള്ളം എങ്ങോട്ട് മറിയും, അല്ലെങ്കിൽ ഈ ബോട്ട് തകർന്നു പോകുന്നൊക്കെ ചിന്തിച്ചേക്കാം. തകരാൻ സമ്മതിക്കില്ല. അവൻ ദൈവം നിങ്ങളുടെ കരം പിടിക്കും. നിങ്ങളുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. 37-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന ഉറപ്പ് പറയും. ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. നിങ്ങളുടെ വഴി, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ വഴിയാണെങ്കിൽ നിങ്ങളുടെ കാലുകളെ ദൈവം സംരക്ഷിക്കും. ഹല്ലേലൂയ. ദൈവികമായ പാത തിരഞ്ഞെടുക്കുന്നവനെ ദൈവം താങ്ങി നിർത്തും. ആമേൻ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് തിരിച്ചറിയുവാനും അത് തിരഞ്ഞെടുക്കുവാനും അതിലൂടെ സഞ്ചരിക്കുവാനും തീരുമാനിച്ചോ, കാല് വഴുതാൻ സമ്മതിക്കുകയില്ല. ആരെങ്കിലുമൊക്കെ തള്ളിയിടാൻ നോക്കും, ആരെങ്കിലുമൊക്കെ പരാജയപ്പെടുത്താൻ നോക്കും, പക്ഷെ നിങ്ങളുടെ കാൽ വഴുതുകയില്ല. ആമേൻ. യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നിങ്ങൾ വീഴാൻ അവൻ സമ്മതിക്കുകയില്ല, നിങ്ങൾ തളരാൻ സമ്മതിക്കുകയില്ല, നിങ്ങൾ തകരാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നിങ്ങൾ താണു പോകുമല്ലോ, തളർന്നു പോകുമല്ലോ, വീണു പോകുമല്ലോ എന്ന് നിങ്ങൾ ആകുലപ്പെടുന്ന സമയത്തും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. നിങ്ങൾ ഒന്നിലും കുലുങ്ങിപ്പോകണ്ട, ഒന്നിലും പതറിപ്പോകണ്ട, ഒന്നിലും തകർന്നു പോകേണ്ട. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ഉറപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തളർന്ന കൈകളെ, കുഴഞ്ഞ മുഴങ്കാലുകളെ ദൈവം ഉറപ്പിച്ചു നിർത്തും. നിങ്ങൾ പരാജയപ്പെടുവാൻ, തകരുവാൻ, തളരുവാൻ സമ്മതിക്കാത്ത ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് ജയത്തോടെ വഴി നടത്തും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രതിസന്ധിയിലാകപ്പെടുമ്പോൾ, കർത്താവേ ഞാൻ തളർന്നു പോവുകയാണല്ലോ, എന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഉറപ്പിച്ചു നിർത്തും. ആമേൻ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവർ കുഴഞ്ഞു പോകുവാൻ, തളർന്നു പോകുവാൻ, കർത്താവേ, അവരുടെ പരാജയം നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ വീണുപോകാൻ സമ്മതിക്കാതെ ഉറപ്പിച്ചവരെ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ദേശത്തിൻ്റെ ഉന്നതികളിലൂടെ വാഹനമേറ്റി ഓടിക്കുമാറാക്കുന്ന ദൈവം ഈ ജനത്തെ, നിന്റെ മക്കളെ ധൈര്യത്തോടെ നിർത്തണമേ. കർത്താവർക്ക് കൊണ്ട് വഴികളെ തുറക്കണമേ, ഉറപ്പിച്ച് നിർത്തണമേ. ഒരിടത്തും അവർ പരാജിതരാകരുത്. ദൈവത്തിനോട് ശക്തിയോടെ നിൽക്കുവാൻ സഹായിക്കണം. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.